ആറ്റിങ്ങലിൽ ഞങ്ങൾ തുടങ്ങിയ ക്ലൗഡ് കിച്ചന്റെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ദിവസമാണ്. ഇന്നലെ എനിക്കൊരു കോൾ വരുന്നത്, പോളിടെക്നിക്കിൽ പഠിപ്പിച്ച എൻ്റെ 2 സ്റ്റുഡൻസ് അവരുടെ വകയായിട്ട് 10 പേർക്ക് ആഹാരം കൊടുക്കണം. അപ്പൊ ഞങ്ങൾ ആ ബിരിയാണിയുടെ ചിലവ് മാത്രമാണ് അവരിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് ഞങ്ങളുടെ ടാസ്ക്കാണ്. അർഹിക്കുന്ന 10 പേരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കാം. ഞങ്ങളങ്ങനെ ഇപ്പം വർക്കലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വടക്കശ്ശേരി കോണം ഈ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചേട്ടനെ കിട്ടി. പുള്ളിക്കാരുടെ സൈഡിൽ ഒന്ന് ആഹാരമൊക്കെ കഴിക്കാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. സന്തോഷപൂർവ്വം അത് വാങ്ങിച്ചു. ഞാനിങ്ങനെ നോക്കി നടക്കുവാണല്ലോ ശരിക്കും. എന്നിട്ട് ഒരു അമ്മയും മകനെയും കിട്ടി. വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ട് പോവാണ്. അവർ തെലങ്കാനയിൽ നിന്ന് വന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആളുകളെ ഇവിടെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ശ്രമം. ഇവിടെ കണ്ടിട്ട് ഇച്ചിരി പാടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അവകാശം ബീച്ചിലെ, പക്ഷെ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന ആളുകളെ ആരെയും കാണുന്നില്ല. അമ്പലത്തിൽ നിന്ന് ഇവിടെ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ക്ലിഫിലോട്ട് പോയിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കൂടി ഒന്ന് നോക്കും. സമയം ഇപ്പോൾ 1:42 ആയിട്ടുണ്ട്. വർക്കല ബസ് സ്റ്റാൻഡിന്റെ അകത്തോട്ട് കയറി ഇതിനകത്ത് നിന്ന് നമുക്ക് ആരെയും കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഫൈൻ കിട്ടും. തേടി ഞങ്ങൾ തളർന്നു തുടങ്ങി. ഞങ്ങളിപ്പോ വർക്കലയിൽ നിന്ന് പോവാണ്. വർക്കല വിടാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പാടുണ്ടാവും എന്ന് വിചാരിച്ചില്ല. ഭയങ്കര ഈസി ടാസ്ക് ആവുമെന്നാണ് വിചാരിച്ചത്. അതെ, ആളെ കിട്ടി. ഞങ്ങൾ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. ആള് നോമ്പിലാണ്, വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെയും കൂടെ കിട്ടി. ഒരു അപ്പൂപ്പനായിരുന്നു. ഞങ്ങൾക്ക് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കിട്ടിയില്ല. ഒരു പുള്ളിക്ക് ഒരു കണ്ണ് വയ്യ. അപ്പൊ ഞങ്ങൾക്ക് ഒരാൾക്ക് കൂടി ബിരിയാണി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആള് ഫുഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് ഫുഡ് വാങ്ങിച്ചത്. കൂടെ വെച്ചിട്ട് ഒരു അപ്പൂപ്പനെ കിട്ടി. അപ്പൂപ്പനെ നമ്മളോട് പറഞ്ഞു പ്ലാസ്റ്റിക് നമ്മൾ ഇട്ടൂല, അല്ലമ്പലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാളെ കണ്ടിട്ട് അയാൾ ഇത് കഴിച്ചു എന്ന് പറഞ്ഞു. എന്താ തിരക്കിയത്, ഫുഡ് കഴിച്ചാൽ എന്താ ചോദിച്ചത്? ഇതൊന്നും പൊതുവെ അങ്ങനെ ആരും ചോദിക്കാറില്ലല്ലോ. രാത്രി ബിരിയാണിയും കൂടെ വന്നു. ആറ്റിന് കച്ചേരിയുടെ വെച്ചൊരു ചേട്ടനെ കിട്ടി. ആ ചേട്ടന് കുറച്ച് മെന്റലി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ ടാസ്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 10 പേർക്ക് കൊടുത്ത് അവസാനത്തെ ചേട്ടന് നമുക്ക് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന്റെ പുറകു ഭാഗത്തുനിന്ന് വിചാരിച്ചു. പക്ഷെ ഒട്ടും ഈസി അല്ല, ഭയങ്കര ടഫായിട്ടാണ്. 10 പേരൊക്കെ അത്രയും പാടാണ്.